നമസ്കാരം, മീഡിയ 60 ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. നെല്ലിമറ്റം മില്ലുംപടിയിൽ വീണ്ടും വാഹനാപകടം. 8 പേർക്ക് പരിക്കേറ്റു. കാറിലുണ്ടായിരുന്ന നെടുങ്കണ്ടം സ്വദേശിക്കും കുടുംബാംഗങ്ങൾക്കും പരിക്കേറ്റു. ടാറ്റ എയ്സിലുണ്ടായിരുന്ന 5 അന്യസംസ്ഥാന തൊഴിലാളികൾക്കും പരിക്കേറ്റിട്ടുണ്ട്. നെല്ലിമറ്റം മില്ലുംപടിയിൽ ടാറ്റ എയ്സ് വാഹനവും മാരുതി 800 കാറും കൂട്ടിയിടിച്ച് 8 പേർക്ക് പരിക്കേറ്റു. വെള്ളിയാഴ്ച രാവിലെയായിരുന്നു അപകടം. റംബൂട്ടാൻ ശേഖരിക്കാനായി അന്യസംസ്ഥാന തൊഴിലാളികളുമായി പോയ KL 41 T2477 ടാറ്റ എയ്സ് ഇടുക്കി നെടുങ്കണ്ടം കൽക്കുന്തൽ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന KL 35C 2487 മാരുതി 800 കാറിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. കാറിൽ ഉണ്ടായിരുന്ന ഇടുക്കി നെടുങ്കണ്ടം കൽക്കുന്തൽ സ്വദേശികളായ മൂലേത്തൊട്ടിയിൽ സാബു, ഭാര്യ, മകൾ എന്നിവർക്ക് പരിക്കേറ്റു. ടാറ്റ എയ്സിലുണ്ടായിരുന്ന 5 അന്യസംസ്ഥാന തൊഴിലാളികൾക്കും പരിക്കേറ്റിട്ടുണ്ട്. അപകട സമയത്ത് പ്രദേശത്ത് ശക്തമായ മഴ പെയ്യുകയായിരുന്നു എന്നാണ് വിവരം. ഗുരുതരമായി പരിക്കേറ്റ സാബുവിനെയും ഭാര്യയെയും മകളെയും ആദ്യം കോതമംഗലം ബെസോലിസ് ആശുപത്രിയിൽ എത്തിച്ച ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. പരിക്കേറ്റ മറ്റുള്ളവരെ കോതമംഗലത്തെ ആശുപത്രിയിൽ ചികിത്സ നൽകി. സംഭവ സമയത്ത് സ്ഥലത്തെത്തിയ നാട്ടുകാരും ഊന്നുകൽ പോലീസും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. പോലീസിന്റെ വാഹനത്തിലും അതുവഴി വന്ന് സ്വകാര്യ ബസ്സിലുമാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചത്. നെല്ലിമറ്റം മുതൽ കോതമംഗലം വരെയുള്ള ഈ റോഡ് അപകടങ്ങൾ പതിവായി നടക്കുന്ന മേഖലയാണെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. റോഡിന്റെ ശാസ്ത്രീയമല്ലാത്ത നിർമ്മാണവും മഴ പെയ്യുമ്പോൾ റോഡിലുണ്ടാകുന്ന വഴുക്കലുമാണ് അപകടങ്ങളുടെ പ്രധാന കാരണമെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. ഇവിടുന്ന് ഒച്ച കേട്ടോണ്ട് ഓടിച്ചെന്നപ്പോൾ 2 പേര് അടിയിലാണ്. ഒരാണും കാറിൻ്റെ ഡ്രൈവറും ഒരു പെണ്ണും ഈ വണ്ടിയുടെ ആപ്പയുടെ ആളുടെ അടിയിലാണ്. അപ്പോൾ ഡോറ് വലിച്ച് ഞങ്ങളെ കൂടി തള്ളി തുറന്ന് അകത്തേക്ക് എടുത്ത്. കാറിൽ 3 പേര്, 2 പെണ്ണും ഡ്രൈവറും ഉണ്ടായിരുന്നുള്ളൂ. അതേ കൂടി 2 വലിച്ച് എടുത്തപ്പോഴത്തേക്കും 3 പോലീസ് വണ്ടി വന്ന് ബസ്സിലും ഓട്ടോയിലായിട്ട് കയറ്റി വിട്ടു. ഈ മേഖലയിൽ അടിയന്തര സുരക്ഷാ നടപടികളും ശാസ്ത്രീയമായ റോഡ് നവീകരണവും വേണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മീഡിയ 60 ന്യൂസ്, കോതമംഗലം.